ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പം നമ്മൾ ക്രാഫ്റ്റ് കിറ്റാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഏതാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് ചെയ്യുന്നത്. അത് വെച്ചാൽ ഹണീബി നമുക്കത് ചെയ്യാം. അപ്പം അതിൻ്റെ 7th ആണ്. അപ്പോൾ നമുക്ക് അതെടുക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ക്രാഫ്റ്റാണ്. ഇതല്ലേ ഇതുണ്ടോ 5th തന്നെ ഉണ്ട്. ഇത് മാറ്റിക്കാം. ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പശ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കിറ്റ് അവിടേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇതിലുണ്ടോ നോക്കാം. നമുക്ക് ജനിക്ക് ഇവിടെ കളിക്കുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടി ഒരു കളർ പേപ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വെക്കാം. ഓരോന്നോരോന്നായി കാണിച്ചു തരാം. ഇത് 2 എണ്ണമാണ് ഉണ്ടാക്കാനുള്ളത്. ഇത് ബ്ലൂ കളർ പേപ്പർ ഷീറ്റാണ്. അത് ഇതാ ഈ ഒരു കളർ പേപ്പർ ഷീറ്റാണ്. അങ്ങനെ ഞാനൊക്കെ ഇവിടെ കളിക്കുമ്പോൾ എന്തോ പറ്റിപ്പോയി. അതിങ്ങനെ അതെ നമ്മൾ 2 കളർ ഷീറ്റ് ഉണ്ട്. അതിന് ശേഷം ഈ കളർ ഷീറ്റാണ്. പിന്നെ 2 മരം ഉണ്ടാവും. ഒരു മരം കൂടി ഉണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കുന്നുണ്ട്. നമുക്ക് 2 മരം കിട്ടി. 2 മരം ഉള്ളതാണ്. അപ്പം 2 മരം ഉണ്ട്. ഇതിൽ ഒരു മരേ കാണിക്കുള്ളൂ കേട്ടോ. ഇതിലൊരു ഒന്നൊന്നായിട്ടേ കാണിക്കുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ 2 എണ്ണം വീതം വെച്ച് കിട്ടും. ഇത് നമ്മുടെ ഇല, അത് 2 എണ്ണം ഉണ്ട്. ഇത് ഡാർക്കും ലൈറ്റും ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ നമുക്ക് ഇല കിട്ടി. അപ്പോൾ നമ്മൾ ആ ലീഫ്സ് അവിടേക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് എന്താണെന്നറിയില്ല. നമ്മൾ ഈ ഹണി ബണ്ണി ഇത് കട്ട് ചെയ്യണം കേട്ടോ, മുറിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു യെല്ലോ കളറ് പേപ്പർ ഉണ്ട് 2 എണ്ണം. ഇത് വേഗം പറന്നു കൂട്ടുകൾ. പിന്നെ ഇതിലുള്ളത് ഒട്ടിക്കുന്ന ഇതിൻ്റെ ചിറകാണ്. ഹണിബീൻ്റെ ചിറകാണ്. എനിക്കൊരു കൂട്, ഒന്നല്ല 2 കൂടുണ്ട് ഗൈസ്. കൂട് കിട്ടി. 2ാമത്തെ കൂട് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് എടുക്കാം. ഇത് 2ാമത്തെ കൂടും കിട്ടിയിട്ടുണ്ട്. ഇത് ഒറ്റ ഒന്നുള്ളൂ കേട്ടോ. അത് ഒരു ഒറ്റ ഒന്നാണ്. എന്താ ഇതും ഇതും അതിനായിട്ട് ഉള്ളതാണ് ഇരു കളർ. പിന്നെ നമുക്ക് ഒന്നുമില്ല, എല്ലാമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിക്ക് ചെയ്യലാണ്. ഫസ്റ്റ് നമുക്ക് മരം സ്റ്റിക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടേക്ക് എടുത്ത് വയ്ക്കാം. നമ്മളത് ഒരു സെറ്റിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യം വരും. ഇതിൽ ഫസ്റ്റ് ഞാൻ ലൈറ്റാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ബ്ലാക്ക് റൗണ്ട് ഒരു സെറ്റിനുള്ളതൊക്കെ അത്യാവശ്യത്തിന് ആവുന്നുണ്ട്. അപ്പം ഇതാണ് 1ാമത്തെ സെറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, ഇവിടേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വയ്ക്കാം. എനിക്കെന്തോ അവിടെ പറഞ്ഞു, എന്താണെന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ചെയ്യുന്നത്. പറയുകയൊക്കെ അങ്ങനെ. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ മരവും ഈ കൂടും ഒട്ടിക്കണം. അപ്പോൾ നമുക്കത് ഒട്ടിക്കാം. ഇതിൻ്റെ ബാക്കിൽ കിട്ടാം. ഇതാ ഫസ്റ്റ് അവർ ഇത് ഒട്ടിക്കാൻ പറഞ്ഞിട്ടുള്ള ഇത് തന്നെയാണ്. കട്ട് ചെയ്യാണ്ട് അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാനാണ്. ഇതിൻ്റെ നല്ല ഭാഗം ഏതാ, ഇതാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് വേണ്ടത്. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് മാറ്റാം.
ഗൈസ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് മരം ഒട്ടിക്കാം. വെച്ചിട്ട് ഉള്ളു, ഒട്ടിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെയാണ് പശ തേക്കുന്നത്. അപ്പം ഈ ഭാഗമാണ് നല്ല സോഫ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡാണ് അതെടുത്തത്. സോഫ്റ്റുള്ള ഭാഗം വേണം നമ്മൾ ഇതാക്കാൻ. ഒരൊറ്റ ഇത് മതി കേട്ടോ. നമുക്ക് അപ്പോഴത്തേക്കും ബ്ലെൻഡ് ചെയ്യുമ്പോൾ സൈഡൊക്കെ ഒറ്റണം. നല്ല ചെറുതാക്കിയിട്ടാണ് ആക്കുന്നത്, കാരണം പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇത് മൂടിക്കണം, അല്ലെങ്കിൽ പശ ഒട്ടിക്കുന്നു. ഇതിങ്ങനെ മൂടി വെച്ചു ഉണ്ട്. അതിനുശേഷം നമുക്കിതിങ്ങനെ ബ്ലെൻഡ് നമുക്ക് നല്ല വേണം അത് ഒട്ടിക്കാൻ, ശ്രദ്ധിക്കണം. ഇത്തിരി മുകളിലേക്ക് ഇട്ട് ഒട്ടിക്കണം. ഓണാകില്ലല്ലേ, പോയി ഇവിടെ. ഞാൻ പഠിത്തന്നെ ഒട്ടിച്ചൂടെ? അങ്ങനെ നമ്മളിത് മരം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ കൂടിൻ്റെ ഇവിടെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ സാധനം ഉള്ളത് നമ്മൾ മുന്നിലേക്ക് ആക്കണം. ഇവിടെ നമ്മൾ പശ തേക്കണം. അപ്പോൾ തല നോക്കി നമ്മൾ ഇവിടെയാണ് പശ തേക്കുന്നത്. ഇപ്പം നമുക്കൊരു ബ്ലെൻഡ് വരുന്നതായിട്ടായിരിക്കോ. മൂടാൻ വരെ ടാസ്ക്കാണ്. ഇത് ഇത്തിരി വലിയ കുപ്പിയാണ് പക്ഷേ എൻ്റെത്, അതുകൊണ്ട് കുറേ തേക്കാം. എത്ര വേണമെങ്കിലും തേക്കാൻ പറ്റുന്ന അങ്ങനെയൊക്കെ പശ നമ്മൾ തേച്ച് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ നമ്മൾ ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്തതിൻ്റെ ഇവിടെ നമുക്ക് അതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല കട്ടിയുള്ളതുകൊണ്ട് നല്ലോണം അമർത്തണം, അല്ലെങ്കിൽ ഒട്ടില്ല. നല്ല കട്ടിയുള്ളതുകൊണ്ട് അവിടെ ഒട്ടാതെ ചിലപ്പോൾ നിന്ന് പോകും. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത്രയും നമ്മൾ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് മിനിറ്റാണ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. ഈ സാധനം എടുത്തിട്ടുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് കീറിയെടുക്കാം. പിന്നെ ടാസ്ക് ആയിട്ടുണ്ട്. നമ്മൾ ഒന്നായാലും പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്കിൽ ഗ്ലൂ തേക്കാം, പശ തേക്കാം. നമുക്ക് ഒരു മുട്ട് തേച്ചിട്ട് ഈ സാധനം കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യാണ്. കൈയൊന്നും എടുക്കുമ്പോൾ നിൽക്കാനുള്ള ചാൻസ് ഇല്ല. മുട്ട് നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലാണ് ഇവിടെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നടുഭാഗം നല്ലോണം അമർത്തി കൊടുക്കാം. എന്നിട്ടിങ്ങനെ അമർത്താം. ഇല ഒട്ടിക്കുകയാണ്. എല്ലാത്തിലും ഈ ഭാഗമാണ് പുറത്തേക്ക് ഇതാ ഒട്ടിക്കേണ്ടത് കേട്ടോ. ഈ ഭാഗം പുറത്തേക്കാവണം. നമ്മൾ ഇവിടെ പശ വെച്ചിട്ടുണ്ട്. ഇതെവിടെ ഒട്ടിക്കേണ്ടത്? ഈ ഒരു ഷേപ്പ് നോക്കാം. ഇതെവിടെയാണ്? ഇവിടെ അല്ലേ? ഇങ്ങനെ കേറ്റി ഒട്ടിക്കണം. ഓക്കെ, നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെയാണ് ഇത് ഒട്ടിക്കാം. അപ്പം ഇത് ഏറ്റവും കുഞ്ഞതായതുകൊണ്ട് ഇവിടെയാണ്. രണ്ട് ചെറുതുണ്ട്, അതുകൊണ്ട് പിന്നെ ഒരു ചെറുതും കൂടി ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് ഇവിടെ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇതിനെ ആയിരിക്കും. ഏതോ നമുക്ക് അറിയില്ല.
അങ്ങനെ എന്തെങ്കിലും അറിയുന്ന പോലെ ഒട്ടിക്കുക. ഇതിൻ്റെ മൂലത്തിൽ ഇത്തിരി പശ ഉണ്ടാവും, അപ്പം അതെടുത്ത് നമുക്ക് തേച്ചല്ലില്ല. പിന്നെ നമുക്ക് ഈ സാധനം നമുക്ക് ഇതിൻ്റെ മൂലത്തിൽ വേണം. ഇതില്ല ഇതിൻ്റെ മുട്ട ഉടങ്ങി പിടിക്കാം. ഇനി നമുക്ക് ഇതെടുത്ത് നമുക്ക് ഇവിടെ ഉള്ളത് ഇതെവിടെ ഒട്ടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കൈ ഒട്ടിപ്പോയി ഗൈസ്. നമുക്ക് ഇതിപ്പോ എവിടെയാണ്? ഇതാണോ? ഇതല്ലേ? ഇത് ഒട്ടിച്ചു. പിന്നെ നമുക്ക് ഒട്ടിക്കാനുള്ളത് ഇവിടെയാ. ഇവിടെ അല്ലേ ഇങ്ങനെ? ഓക്കെ. ഇനി ബാക്കി നമുക്ക് 2 എണ്ണം ഉണ്ട്. നമുക്ക് ഇവിടെ സെൻറ്ററിൽ ഒട്ടിക്കണം. നമുക്ക് ഏറ്റവും വലുത് നമുക്ക് സെൻറ്ററിൽ ഒട്ടിക്കാനുള്ളത്. അപ്പം ഇതാണ് വലുത്. അപ്പം നമുക്ക് ഇത് സെൻറ്ററിലായിരിക്കും. ഇവിടെയാണ്, ഇതിൻ്റെ ഇത്തിരി ഇവിടെയാണ്. ചിലപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇവിടേക്ക് ഒട്ടിക്കാം. നമുക്ക് ഇതവിടെ കൊള്ളുമെങ്കിൽ നമുക്ക് ഇത്തിരി നീളമുള്ളത് കൊണ്ട് ചിലപ്പോൾ അവിടെ കൊള്ളും. അങ്ങനെ അതും ശരിയായി. എന്നിട്ട് ഇതെടുത്തിട്ട് പശ തേച്ച് പരത്തുക. ലീഫ് ഒട്ടിക്കിട്ട് നല്ല ടാസ്ക് ആക്കാം. കാരണം ഇതെവിടെയാണ് സ്ഥലമോ അത് നമുക്ക് മനസ്സിലാവില്ല. ഇവിടേക്ക് കയറ്റി ഒട്ടിക്കാം. തൽക്കാലം കയറ്റി ഒട്ടിച്ചാലും കുഴപ്പമില്ല. അവരത് കഴിഞ്ഞിട്ട് തന്നെയാണ് കാണിക്കുന്നത്. സാരമില്ല. നെക്സ്റ്റ് ഇത് നമുക്ക് ഒട്ടിക്കണം. ഇത് നമുക്ക് നോക്കാം തൽക്കാലത്ത്. അടുത്ത ലീഫ് ഒട്ടിച്ചു. ഇത് ഇങ്ങനത്തെ കുഞ്ഞൊക്കെ നമുക്ക് അട്ടിക്കട്ടിക്ക് സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. ഒരു ഹണി ബീ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പം ഒരു ഇതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഇവിടെയല്ല ഇത്തിരി കയറ്റത്തിലേക്കൊക്കെയാണ്. അതായത് നമ്മൾ ഹണി ബീ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ 2 എണ്ണം നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. സൈഡിലോ നമ്മൾ ഈ 2 എണ്ണം ഒന്ന് ഈ ഭാഗത്തും ഒന്ന് ആ സൈഡിലാണ് ഒട്ടിക്കുന്നത്. ചിക്കൻ്റെ ചക്കരേ അതങ്ങനെ ഈ ഒറ്റ ഒരു ഹണിയില് പശ തേച്ചിട്ടുണ്ട്. ഇങ്ങനല്ലേ അമ്മേ? ഇവിടെയല്ലേ? ഇവിടെ നമുക്ക് നല്ലോണം വൃത്തി കൊടുക്കണം. നമുക്ക് ഈ അണിബി ഇവിടെ സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്തിട്ടില്ല, വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ ആയി. ഇത് നമ്മൾ 2 എണ്ണം ഒട്ടിച്ചിട്ടുള്ളൂ. ഗൈസ് ഇതാണ് ലാസ്റ്റ്. നമുക്ക് കൊമ്പ് നമുക്ക്
ഈ ഒരു സാധനം മാത്രം ചെയ്യാനുണ്ട്. ഇത് നമുക്ക് സ്കെച്ച് എടുക്കണം. സ്കെച്ച് വെച്ചിട്ട് ഇതിൻ്റെ കൊമ്പ് വരച്ചു കൊടുക്കണം. കൊമ്പ് നമുക്ക് ഇതേപോലെയാണ് വരയ്ക്കേണ്ടത്. ഇതുണ്ടാവും. നമ്മൾ രണ്ട് ഇതിൽ വരയ്ക്കെങ്കിലും ഇതിൽ ഒന്നേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് തന്നെ അങ്ങനെ വരയ്ക്കാം. അത് വരയ്ക്കുന്നത് നല്ല രസമുണ്ട്, പക്ഷെ ഇത് നമ്മുടെ ഒരു ഭംഗിയിൽ കിട്ടുന്നില്ല. കൊമ്പ് വരയ്ക്കാനുള്ള സ്ഥലം ഞാൻ നോക്കിയില്ലേ ഗൈസ്. ഇത് നമുക്ക് ഒന്നുകൂടി ഒട്ടിക്കുന്നു. നമുക്ക് ഇതിൻ്റെ വാല് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ. ഇതിത്തിരി ഇങ്ങനെ വരയ്ക്കണം. ഇതിൻ്റെ ബാക്കിൽ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായി. രണ്ടാളും കൂടുതലേക്ക് കയറാൻ പോവാം. ഇതാണ് നമ്മളെ ക്രാഫ്റ്റ്. പക്ഷെ വരച്ചത് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഇത് ഇവിടേക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഇവിടെ തലയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അടുത്തയിൽ ഇത് ഡാർക്കായിട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് ചെയ്ത ക്രാഫ്റ്റ്. നമ്മൾ നാളെ 6th 7th ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. 7th നല്ല ഭംഗിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടൊരു ക്രാഫ്റ്റാണ്. അത് ഏതാന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത ക്രാഫ്റ്റ്. ഇനി നമുക്ക് അടുത്ത ഞാൻ ചെയ്യും, ഇനിയും വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഇത് ഇന്ന് ചെയ്ത ക്രാഫ്റ്റാണ്, ഇനിയും ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.